ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു I+ ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇക്കഴിഞ്ഞ നെറ്റ് എക്സാമിനേഷൻ നമ്മളെ ക്യാൻസൽ ചെയ്ത നെറ്റ് എക്സാമിനേഷന്റെ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാനേജ്മെന്റ് എക്സാമിന്റെ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, മൈസെൽഫ് ജോബിൻ KJ. ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, കൊമേഴ്സിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഡയറക്റ്റ് ആണ് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കടന്നു പോകും, അതിന് ആൻസർ നമ്മൾ ഫൈൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഇനി ഒരു ക്വസ്റ്റ്യൻ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഓവറോൾ വ്യൂ, എന്തൊക്കെയാണ് ആ കോൺസെപ്റ്റ്സ്, കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഓവറോൾ വ്യൂ എന്ത് ചെയ്യുന്നുണ്ട്, തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് സെഷനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് ബൈയിങ് പ്രോസസ് ഓർ കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഫ്രം ബിഗിനിങ് ടു എൻഡ് ആണ് പറയുന്നത്. അല്ലെ, കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഫസ്റ്റ് എന്ത് വേണം, നമുക്കൊന്ന് എഴുതി നോക്കാം. അല്ലെ, നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു നീഡ് വേണം അല്ലെ, നീഡ് വേണം. ഒരു ആവശ്യം വേണം. ആവശ്യമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പർച്ചേസ് നടത്താനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പൊ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമുക്ക് മേടിക്കണം ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മൾ അറിയുന്ന ആളുകളോട് ചോദിക്കും, നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും. ഇപ്പൊ ഒരു ഐഫോണോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ സെർച്ച് ആണ് രണ്ടാമതായിട്ട് നടത്തുന്നത്. അല്ലെ, ഇൻഫർമേഷൻ സെർച്ച് ആണ് നടത്തുന്നത്. ഇപ്പൊ ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ തന്നെ നമ്മൾ ഇൻഫർമേഷൻ സെർച്ച് ചെയ്തു, മാർക്കറ്റിൽ ഇത്ര ഫോൺസ് ഒക്കെ അവൈലബിൾ ആണ്, കാര്യങ്ങൾ അവൈലബിൾ ആണ്, ഇതിന്റെ പ്രൈസിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഇപ്പോൾ ഒരു 40,000 റുപ്പീസ് ആണെങ്കിൽ ആ പ്രൈസിന് അവൈലബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ട്സ് നോക്കും. അല്ലെ, ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെർച്ച് നടത്തും. അങ്ങനെ സെർച്ച് നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന പ്രൊഡക്റ്റ്, പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ നമ്മൾ കാത്തു നിൽക്കത്തൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളിപ്പോൾ ഒരു ഐഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വേണമെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ, നമ്മളുടെ നീഡ് സാറ്റിസ്ഫൈ, നമ്മൾ പറഞ്ഞ നമ്മളുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയോ. അതാണ് പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷൻ എന്ന് പറയും, ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മളുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ സോ നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രോസസ്സ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ നീഡ് റെക്കഗ്നൈസ് ചെയ്യണം. ഫസ്റ്റ് വൺ നീഡ് റെക്കഗ്നിഷൻ ആണ്. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻ സെർച്ച് എന്നല്ലേ പറഞ്ഞേ, രണ്ടാമതായിട്ട് ഇൻഫർമേഷൻ സെർച്ച് ആണ്. മൂന്നാമതായിട്ട് ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കും. ദെൻ നമ്മൾ പർച്ചേസ് ചെയ്യും. ഫോർത്ത് വൺ പർച്ചേസ് ചെയ്യും. ഫിഫ്ത്ത് വൺ എന്താണ്, പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷൻ ആൻഡ് ഡിസിഷൻ ഒക്കെയാണ് വരുന്നത്. അല്ലെ, ഡിസിഷൻസ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ. അപ്പൊ നമ്മളുടെ ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് തന്നെ കണ്ടെത്താനായിട്ട് പറ്റും, അറേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത്. സോ ഫസ്റ്റ് വൺ എ, പിന്നെ C, B, A, C. അല്ലെ, നമ്മൾ ആൻസർ നോക്കാം. A, C, B, അതുപോലെ തന്നെ എന്താണ്, DE. അത് തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ഓപ്ഷൻ നോക്കാം. A C B D ഓപ്ഷൻ 3 ആണ്. നമ്മൾ ആൻസർ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത് ഓപ്ഷൻ C. അല്ലെ, ഓപ്ഷൻ 3 അല്ലെങ്കിൽ ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മള് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് സിഗ്നിഫിക്കൻസ് ആയ കാര്യങ്ങൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്യാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് കണ്ടുപിടിക്കണേ നോക്കാം. അപ്പോ ഇതിൽ തന്നിട്ടുണ്ട്, എല്ലാ ആൻസറിലും 3 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ ആണെങ്കിൽ 4 തന്നിട്ടുണ്ട്, D വരെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമുക്ക് ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു എലിമിനേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടാവുന്നുള്ളൂ. അല്ലെ, എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, നമ്മളെ ഫോറിൻ കറൻസി എക്സ്ചേഞ്ചും അല്ലെങ്കിൽ ഫോറിൻ ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് അവിടെ വരുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ വരുന്നത്. സോ അവിടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനും വരുന്നില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഡൊമസ്റ്റിക് കറൻസി ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും വരുന്നില്ല. അതായത് ഒരു ട്രാൻസാക്ഷൻ ആണ്, ഒരു കൺട്രി മറ്റൊരു കൺട്രി നമ്മൾ ട്രാൻസാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ് ടു ഡിനോട്ട് ദ റേറ്റ് അറ്റ് വിച്ച് ഡിഫറെന്റ് മോണിറ്ററി യൂണിറ്റ്സ് ആർ എക്സ്ചേഞ്ച്ഡ്. ഡിഫറെന്റ് മോണിറ്ററി യൂണിറ്റ്സ് ആണ്. അപ്പോൾ രണ്ട് കറൻസികൾ തമ്മിലുള്ള കാര്യമാണ് പറയുന്നത്. ഇതെന്താണ്, നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമതായിട്ട് പറയുന്നു, ഇറ്റ്സ് എ പ്രോസസ് ത്രൂ വിച്ച് ഇന്റർനാഷണൽ പേയ്മെന്റ്സ് ആർ ലിക്വിഡേറ്റഡ് ബൈ ഡിഫറെന്റ് കൺട്രീസ്. അല്ലെ, ഇറ്റ്സ് എ പ്രോസസ് ത്രൂ വിച്ച് ഇന്റർനാഷണൽ പേയ്മെന്റ്സ് വരുന്നുണ്ട്. ഇന്റർനാഷണൽ പേയ്മെന്റ്സ് എന്താണ്, നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതും ആൻസർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ദെൻ നോക്കിയേ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് റേറ്റ് ഓഫ് സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഫോറിൻ കറൻസി.
ഫോറിൻ കറൻസിന്റെ പർച്ചേസിങ് സെയിൽ തന്നെയാണ് അവിടെ വരുന്നത്. നമ്മളെ ഫോറിൻ എക്സ്ചേഞ്ചിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തതും നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോ നമുക്ക് കിട്ടി ആൻസർ. ഇനി എന്താണ്, ഒന്നും പേടിക്കേണ്ട, ഡി ആണ് നമ്മളുടെ ഡി ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ്സ് എ പ്രോസസ് ത്രൂ വിച്ച് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഓർ സോൾഡ് ഇൻ എ ഡൊമസ്റ്റിക് കൺട്രി. ഡൊമസ്റ്റിക് കൺട്രിയിൽ എന്താണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു ഒന്നും അവിടെ ഇതിൽ വരത്തില്ല, ഫോറിൻ എക്സ്ചേഞ്ചിൽ വരത്തില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഡി ആയിട്ട് എന്ത് ചെയ്യും, ഡി ആയിട്ട് കിട്ടും. അപ്പോൾ A, B, C ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. A, B, C. ഓപ്ഷൻ നോക്കാം. A, B, C ഉള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 2 ആണ് വരുന്നത്. ഓപ്ഷൻ 2 ആണ് നമ്മുടെ A, B, C ആയിട്ട് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? അപ്പൊ ഡൊമസ്റ്റിക് നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും ഫോറിൻ എക്സ്ചേഞ്ചിൽ പെടുന്ന കാര്യമില്ല. ഇനി അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ എവിടെ വരുന്നത്, ഫോറിൻ എക്സ്ചേഞ്ചിൽ വരുന്നത്. അതിന് മറ്റൊരു ഫീച്ചർ ആണ്, അല്ലെങ്കിൽ മറ്റൊരു എന്താ ക്യാരക്ടർ ആണെന്ന് നമുക്ക് പറയേണ്ടി പറ്റും. അത് ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം എന്ത് പറയുന്നത്, arrange these studies or approaches relating to managing men at work from earliest to latest ആണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ കുറച്ച് അപ്രോച്ചുകളോട് തന്നിട്ടുണ്ട്. ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് തന്നിട്ടുണ്ട്. ആരാണ് പ്രൊപ്പണന്റ് എന്ന് പറയുന്നത്, എൽട്ടൺ മായോ ആണ്. സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് തന്നിട്ടുണ്ട്, FW ടൈലർ ആണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് തന്നിട്ടുണ്ട്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അപ്രോച്ച് തന്നിട്ടുണ്ട്. HRD സ്കോർ കാർഡ് അപ്രോച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഇതിന്റെ ഒരു എന്താണ് സീക്വൻസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ വരുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ചാണ് വരുന്നത്. സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് ആണ്. ഇതിന്റെ ഇയർ എന്ന് പറയുന്നത് 1890 to 1910 ആണ്. 1890 to 1910 ആണ്. പ്രൊപ്പണന്റ് ആരായിരിക്കും, 1910 ആണ്. പ്രൊപ്പണന്റ് ആരായിരിക്കും, നമ്മളുടെ FW ടൈലർ ആണ് എന്ത് പ്രൊപ്പണന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ല? ഈ കാര്യങ്ങളിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. എന്താണ് ഇതിൽ പറയുന്നത്, നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം, എഴുതുന്നില്ല. ഫോക്കസിങ് ഓൺ ഒപ്റ്റിമൈസിങ് എഫിഷ്യൻസി ത്രൂ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് വർക്ക് പ്രോസസ് ആൻഡ് വർക്കേഴ്സ് ടാസ്ക്. പ്രോപ്പർ ആയിട്ട് സയന്റിഫിക് ആയിട്ട് എന്ത് ചെയ്യണം, വർക്കുകളൊക്കെ നടക്കണം. ഇതാണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ അപ്രോച്ചിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ആണ്. നമുക്ക് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ആണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോ അതിൽ വരുന്നത് എന്താണ്, രണ്ടാമത്തത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ആണ്. അത് 1920 to 30 ആണ്. 1920 to 1930 ആണ് വരുന്നത്. 1930 ആണ് ഇതിന്റെ ഇയർ വരുന്നത്. എൽട്ടൺ മായോ ആണ് നമ്മളുടെ പ്രൊപ്പണന്റ് എന്ന് പറയുന്നത്. എൽട്ടൺ മായോ ആണ്. ഇനി നിങ്ങൾക്ക് അറിയാം ഹാത്രോൺ സ്റ്റഡീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹാത്രോൺ പ്ലാന്റിൽ നടത്തിയ ഒരു പെർട്ടിക്കുലർ സ്റ്റഡീസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ അപ്രോച്ച് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പൊ അതുകൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് വർക്കിനാണ്. ഓക്കെ, സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് വർക്ക്, അതായത് എങ്ങനെയാണ് നമ്മളുടെ എംപ്ലോയീസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ അവരുടെ സോഷ്യൽ ലൈഫ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ ഹൗ വി ക്യാൻ ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ എംപ്ലോയീസ്. അതാണ് എന്ത് വരുന്നത്, നമ്മളെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൽ വരുന്നത്. ഇനി മൂന്നാമതായിട്ട് വരുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് ആണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് ആണ് മൂന്നാമത് വരുന്നത്. അതിന്റെ ഇയർ എന്ന് പറയുന്നത് 1940s ആൻഡ് 1950s ആണ്. 1950 ആണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഇയർ വരുന്നത്. പ്രൊപ്പണന്റ് ആരാണ്, ഡഗ്ലസ് മക്ഗ്രഗർ ആൻഡ് കേർട്ട് ലെവിൻ ആണ് വരുന്നത്. ഡഗ്ലസ് മക്ഗ്രഗർ ആൻഡ് കേർട്ട് ലെവിൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പ്രൊപ്പണൻസ് ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഇതിന്റെ ഒരു ഫോക്കസിങ് എന്താണ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, അതുപോലെ ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ഓർഗനൈസേഷണൽ ചേഞ്ച്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ബിഹേവിയറൽ സയൻസ് അപ്രോച്ചിൽ വരുന്നത്. നാലാമതായിട്ട് വരുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അപ്രോച്ച് ആണ്. നാലാമത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അപ്രോച്ച് ആണ്. 1960 ടു പ്രസന്റ് ആണ് ഈ അപ്രോച്ച് വരുന്നത്. ആരാണ്, ലിയോണാർഡ് നാദ്ലറും അതുപോലെ തന്നെ ലിയോണാർഡ് നാദ്ലർ ആൻഡ് വരുന്ന ആളാരാണ്, റിച്ചാർഡ് സ്വാൻസൺ ആണ് വരുന്നത്. റിച്ചാർഡ് സ്വാൻസൺ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അപ്രോച്ചിന്റെ പ്രൊപ്പണൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫോക്കസ് എന്താണ്, അല്ലെങ്കിൽ ഇത് എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഹാൻസ് ഓർഗനൈസേഷണൽ പെർഫോമൻസ് ബൈ ഫോക്കസിങ് ഓൺ ദ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ്. ഓക്കെ, ക്ലിയർ ആണോ?
എൻഹാൻസ് ഓർഗനൈസേഷണൽ പെർഫോമൻസ് ബൈ ഫോക്കസിങ് ഓൺ ദ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ്. ഇതാണ് ഇതിന്റെ എന്താണ് ഫീച്ചർ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ എയിം ആയിട്ട് വരുന്നത്. അടുത്തത് അഞ്ചാമത്തെ കാര്യം HRD സ്കോർ കാർഡ് അപ്രോച്ച് ആണ്. ഡെവലപ്പ് ചെയ്തത് ജാക്ക് ഫിലിപ്സും. അതിന്റെ വന്നത് എന്താണ് 1992 പ്രസന്റ് ആണ് വരുന്നത്. പ്രൊപ്പണൻസ് എന്ന് പറയുന്നത് ജാക്ക് ഫിലിപ്സ് ആൻഡ് പെട്രീഷ്യ ഫിലിപ്സും ആണെന്ത് ഇതിന്റെ പ്രൊപ്പണൻസ് ആയിട്ട് വരുന്നത്. ഇപ്പം അതിന്റെ എന്താണ് അതിന്റെ എയിം എന്ന് പറയുന്നത് ഡാറ്റ ഡ്രിവൻ ഡിസിഷൻ മേക്കിംഗ് ഇൻ HRD പ്രാക്ടീസസ്. ഡാറ്റ ഡ്രിവൺ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ട് ചെയ്ത് അതിന് ഇവാലുവേറ്റ് ചെയ്തൊക്കെയാണ് ഡിസിഷൻസ് എടുക്കുക. അപ്പോൾ ഡാറ്റ ഡ്രിവൺ അപ്രോച്ച് ആണ് അവിടെ വരുന്നത്. HRD സ്കോർ കാർഡ് അപ്രോച്ചിൽ വരുന്നത് ജാക്ക് ഫിലിപ്സ് ആൻഡ് പെട്രീഷ്യ ഫിലിപ്സ് ആണ് എന്ത് ചെയ്തത് നമ്മളുടെ പ്രൊപ്പണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആണല്ലോ. ഇത്രയാണ് നമ്മളുടെ അപ്രോച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇയർ അടിസ്ഥാനത്തിൽ. സോ ബി ആണ് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് വരുന്നത്. എവിടെ എന്താണ് നമുക്ക് വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ബി ആണ്. ദെൻ എ വരുന്നുണ്ട്, ബി കഴിഞ്ഞ് എ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്താണ് സി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്, ഇ വരുന്നുണ്ട്. BACDE BACDE ആണ് നമ്മുടെ ഓപ്ഷൻ. BACDE ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ 2 ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ആൻസർ പഠിക്കുന്ന സമയത്ത് ഈ ഇയേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അതിന്റെ പ്രൊപ്പോണൻസിനെ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത എക്സാമിന് ചിലപ്പോൾ വരിക എന്താണ് മാച്ച് ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് പ്രൊപ്പോണൻസ് അവരുടെ അപ്രോച്ച് ആയിരിക്കും തരുന്നത്. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മൂവ് ഓൺ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ ദ മോഡ്സ് ഓഫ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു മിൻസ്ബർഗ് മൂന്ന് അപ്രോച്ചസ് ആണ് ഉള്ളത്. നമുക്കറിയാം ഓൺട്രപ്രണറിയൽ മോഡ്, അഡാപ്റ്റീവ് മോഡ് ആൻഡ് പ്ലാനിങ് മോഡ് ആണുള്ളത്. അപ്പൊ ഇതിൽ എന്ത് വരുന്നില്ല, ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ഇതിൽ ലോജിക്കൽ ഇൻക്രിമെന്റൈസേഷൻ മോഡ് എന്ന് പറയുന്ന ഈ മോഡ് എന്തല്ല, നമ്മളുടെ സ്ട്രാറ്റജി ഡിസിഷൻ മേക്കിങ്ങിന് മോഡല്ല. അത് നമുക്ക് ആൻസർ കിട്ടി. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഈ മൂന്ന് അപ്രോച്ചസും എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ നമുക്കറിയാം ഓൺട്രപ്രണറിയൽ മോഡാണ് ഇവിടെ ഉള്ളത്. ഓൺട്രപ്രണറിയൽ മോഡ് പ്രകാരം എന്താണ്, ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ആളായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. പവർഫുൾ പേഴ്സൺ, സ്ട്രാറ്റജി ഡെവലപ്ഡ് ബൈ one powerful person. Strategies developed by one powerful person ആണ്. പിന്നെ എന്താ ഇതിൽ വരുന്നത്? ഇതിന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? എയിം എന്ന് പറയുന്നത് ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത് ആണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എയിം എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്. രണ്ടാമത്തെ മോഡാണ് അഡാപ്റ്റീവ് മോഡ് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ അഡാപ്റ്റീവ് മോഡ്? അഡാപ്റ്റീവ് മോഡിൽ പറയുന്നത് നമ്മൾ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ടെത്തി വരാതെ, അല്ലെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്തുകൊണ്ട് പോകുന്നു, റാദർ ദാൻ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ ഇതിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് സൊല്യൂഷൻ ഫോർ എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ് ആണ്. എന്താണ് വരുന്നത്? സൊല്യൂഷൻ ഫോർ എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ് റാദർ ദാൻ searching for new opportunities. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നുള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ക്ലിയർ. ഇനി പ്ലാനിങ് മോഡ് നോക്കി. നമുക്കറിയാം ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്ലാനിങ് മോഡാണ്. അപ്പൊ ഈ പ്ലാനിങ് മോഡിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സീക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ബോത്ത് പ്രൊയാക്റ്റീവ് സെർച്ച് ഫോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എന്താണ് പറയുന്നത്, റിയാക്റ്റീവ് സൊല്യൂഷൻ ടു എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ്. പ്രൊയാക്റ്റീവ് സെർച്ച് ഫോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിയാക്റ്റീവ് സൊല്യൂഷൻ ടു എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് എന്ത്, ഓൺട്രപ്രണറിയൽ മോഡ്, അഡാപ്റ്റീവ് മോഡ് ആൻഡ് പ്ലാനിങ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എന്തായിരിക്കും? ആൻസർ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നത്. ഓപ്ഷൻസ് ആയിരുന്നത്. അപ്പൊ എന്താണ്, ABC ആണ് നമ്മളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ABCD ഇല്ല. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ.
2 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ജസ്റ്റ് ഒന്ന് പോവാം. ഓക്കെ, അടുത്തത് നമുക്ക് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കാം. മാച്ച് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇവിടെ ഡെവലപ്പറിന്റെ പേരുകൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലിസ്റ്റ് 2 HRD ഫ്രെയിം വർക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് മാച്ച് ദ ഫോളോയിങ് ചെയ്യണം. ജസ്റ്റ് പഠിച്ചാൽ മതി. ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാലും നമുക്ക് നോക്കാം അല്ലെ. ഫസ്റ്റ് ഉദയ് പരീഖ് ആൻഡ് TV റാവു ഡെവലപ്പ് ചെയ്തത് ഏത് അപ്രോച്ച് ആയിരിക്കും ഡെവലപ്പ് ചെയ്തത്? അവർ ഡെവലപ്പ് ചെയ്ത അപ്രോച്ച് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് HRD സിസ്റ്റം അപ്രോച്ച് തന്നെയാണ്. ഫസ്റ്റ് അപ്രോച്ച് തന്നെയാണ് എന്ത് ചെയ്തത്? ഉദയ് പരീഖും അതുപോലെ തന്നെ റാവുവും ഡെവലപ്പ് ചെയ്തത് ഫസ്റ്റ് അപ്രോച്ച് തന്നെയാണ്. ഇനി എന്താണ് ഈ അപ്രോച്ചിൽ പറയുന്നത്? ഇന്റഗ്രേറ്റ് വേരിയസ്, ജസ്റ്റ് നമുക്ക് ഒന്ന് എഴുതി നോക്കാം അല്ലെ. ഇന്റഗ്രേറ്റ് വേരിയസ് HR functions and aligns them with the organization goals and aligns them with the organizational goals. ഇതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇൽറിച്ച് ആൻഡ് ലേക്ക് പ്രൊപ്പോണന്റ് ചെയ്ത അല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്ത ഫ്രെയിംവർക്ക് HRD ഫ്രെയിംവർക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ അപ്രോച്ച് തന്നെയാണ്. എന്ത് ചെയ്തിരിക്കുന്നത്? ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ പറയുന്ന കാര്യം നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് മേലെ എഴുതാം അല്ലെ. അല്ലാതെ അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. എന്താണ് പറയുന്ന കാര്യം? മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എങ്ങനെയാണ്? ത്രൂ എഫക്റ്റീവ് HR പ്രാക്ടീസസ്. ക്ലിയർ ആണല്ലോ? ഇനി ഫ്രൈഡ്മാൻ ഡെവലപ്പ് ചെയ്തത് സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് തന്നെയാണ്. ഇത് ഇവിടെ തന്നെ ഈ ആൻസർ തന്നെയാണ്. ഓപ്ഷൻ 3 ആണ്. സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് അപ്രോച്ച് തന്നെയാണ്. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്? അലൈനിങ് HR സ്ട്രാറ്റജീസ് വിത്ത് ഓവറോൾ ബിസിനസ് സ്ട്രാറ്റജീസ് ആണ്. ഇനി കേർട്ടിസ് ആൻഡ് ടീം ദ പീപ്പിൾ ക്യാപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡൽ തന്നെയാണ്. അവിടെ എന്ന് പറയുന്നത് ഇംപ്രൂവിംഗ് ദ ക്യാപ്പബിലിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷണൽ വർക്ക് ഫോഴ്സ്. improving the capabilities of an organization workforce, an organizational workforce course through progressive level of maturity. അപ്പൊ അവരുടെ എയിം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കുക, ഒന്ന് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. എന്റെ കൈ അക്ഷരം ചെറുതായിട്ടൊന്ന് ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ പറയുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ഒന്ന് കോപ്പി ഒന്ന് എഴുതിയെടുക്കുക. ക്ലിയർ അല്ലേ? ഇത്രയാണ് നമ്മളുടെ മാത്സ് ഫോളോവിങ്. എല്ലാം എന്താണ്? A1, B2, C3 ആൻഡ് D4 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാം. ഓപ്ഷൻ ഇവിടെയും വരുന്ന ഓപ്ഷൻ എന്താണ്? 2 ആണ് വരുന്നത് നമ്മുടെ ആൻസർ ആയിട്ട്. A1, B2, C3 ആൻഡ് D4 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ 6th ക്വസ്റ്റ്യൻ ആണ്. എ കൾച്ചർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു എംപ്ലോയീസ് ഇൻ എ നമ്പർ ഓഫ് ഫോംസ്. ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ മുൻ കാര്യങ്ങളും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു എംപ്ലോയി മനസ്സിലാക്കുന്ന ഏതൊക്കെ രീതിയിലാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോം ത്രൂ വിച്ച് ഓർഗനൈസേഷൻ കൾച്ചർ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ്. അപ്പൊ നമുക്കറിയാം ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എങ്ങനെ? ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലേക്ക് ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. ആ സമയത്ത് ഞാൻ നോക്കുന്ന കാര്യം എന്താണ്? അവിടുത്തെ ഇപ്പൊ I+ലേക്ക് ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്, ഒരു ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്യാൻ പോവാം. ഞാൻ നോക്കുന്ന കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് സ്റ്റോറീസ് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ അവിടുത്തെ ഫൗണ്ടറിനെ കുറിച്ചും അല്ലെങ്കിൽ അവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ചുള്ള സ്റ്റോറീസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഇനി അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്? അവരുടെ പാസ്റ്റ് സക്സസ് സ്റ്റോറീസ് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ഫൗണ്ടറിനെ കുറിച്ച് വരും. അതുപോലെ തന്നെ പാസ്റ്റ് സക്സസ്. ഇത് എത്ര പേര് ഈ I+ ട്രെയിനിങ് സൊല്യൂഷനിലൂടെ നെറ്റ് ക്വാളിഫൈ ആയെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോക്കും. ഇനി അതുപോലെ തന്നെ റിച്വൽസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? അവിടുത്തെ അവാർഡ് സെറമണീസ് വരും. അതുപോലെ തന്നെ എന്താണ്? ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ്. എങ്ങനെയാണ്
ടീം ബിൽഡ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവരുടെ സിസ്റ്റം മുന്നോട്ട് പോകുന്നു വരും. ഇനി മെറ്റീരിയൽ ആയിട്ട് ഞാൻ നോക്കി, ഇതൊക്കെ ഞാൻ എന്താണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനി അവരുടെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യം, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലേ ഔട്ട് ചെക്ക് ചെയ്യും, അവരുടെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ. ഇനി അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന പേർക്സ്, ഓർഗനൈസേഷൻ അവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പേർക്സ് കാര്യങ്ങളൊക്കെ നോക്കും. അവരുടെ ഡ്രസ് കോഡ് ഞാൻ എന്ത് ചെയ്യും, അത് ഞാൻ ചെക്ക് ചെയ്യും. അപ്പൊ അതിലൂടെയൊക്കെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മെറ്റീരിയൽ സിംബൽസിലൂടെ നേരിട്ട് കണ്ടതിന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? പക്ഷെ ഇവിടെ വരുന്നൊരു കാര്യം പ്രീ കൺസീവ്ഡ് വാല്യൂസ് ആണ്. പ്രീ കൺസീവ്ഡ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻധാരണയാണ്. ദ വാല്യൂസ് ദാറ്റ് എംപ്ലോയീസ് ബ്രിങ് വിത്ത് ദം ഇൻ ടു ദ ഓർഗനൈസേഷൻ. അവരോടുകൂടെ അവര് കുറെ കാര്യങ്ങൾ മനസ്സിലൊക്കെ കൊണ്ടുവന്ന് അവർ ഓർഗനൈസേഷനിലേക്ക് വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന കാര്യമാണ് പ്രീ കൺസീവ്ഡ് വാല്യൂസ്. ഇത് കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മെത്തേഡാണോ? അല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പ്രീ കൺസീവ്ഡ് വാല്യൂസ് ആണ്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 3 എന്താ പറഞ്ഞേക്കുന്നത്? എ കൾച്ചർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു എംപ്ലോയീസ് ഇൻ എ നമ്പർ ഓഫ് ഫോംസ്. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോം ത്രൂ വിച്ച് ഓർഗനൈസേഷൻ can transmit. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഓപ്ഷൻ 3 പ്രീ കൺസീവ്ഡ് വാല്യൂസ്. നെക്സ്റ്റ് നോക്കി, മാച്ച് ദ ഫോളോയിങ് പറഞ്ഞിരിക്കുന്നത്. സോ മാച്ച് ദ ഫോളോയിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി, പർച്ചേസിംഗ് പവർ പാരിറ്റി, ഫോർവേഡ് റേറ്റ്സ് ആൻഡ് ഫ്യൂച്ചർ ആൻഡ് ഇന്റർനാഷണൽ ഫ്യൂച്ചർ എഫക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് മാച്ച് ഫോളോയിങ് ആണ്. മീനിങ് അറിയുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോവാം. ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി എന്ന് പറഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്സ് ഓഫ് ടു കറൻസീസ്. ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് ടു കറൻസീസ് ആണ് ദ റിലേഷൻ ബിറ്റ്വീൻ വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി എന്ന് പറയും. ഇനി പർച്ചേസിംഗ് പവർ പാരിറ്റി എന്താ? എന്ന് പറഞ്ഞാൽ ദ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ടു കറൻസീസ്, spot rate parity of two currencies equal to the ratio between price of goods in these countries. ഇതാണ് എന്ത് വരുന്നത്, നമ്മളുടെ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഇനി ഫോർവേഡ് റേറ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ഡയറക്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. ഫോർവേഡ് എക്സ്ചേഞ്ച് ഷുഡ് ബി വാട്ട് ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എക്സ്പെക്ട് ദ ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ് ടു ബി. എന്താണ്? അത് ഫ്യൂച്ചറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ അതാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ലാസ്റ്റ് വൺ നമുക്കിനി ഓപ്ഷൻ നമ്മളൊന്നും എടുക്കാത്ത ഡി എന്താണ് വരുന്നത്? ഡി വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് റേറ്റ്. ഇൻ ദ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് റിയൽ റേറ്റ്സ് വിൽ ബി ദ സെയിം ഇൻ ഓൾ കൺട്രീസ്. ദാറ്റ് ഈസ് ഇന്റർനാഷണൽ ഫിഷർ എഫക്റ്റ് എന്ന് പറയുന്നത്. ആൻസർ എങ്ങനെയാണ് വരുന്നത്? എ വരുന്നത് 4 വരുന്നത്. എ ഈസ് 4, ബി ഈസ് 3 ആൻഡ് സി ഏതാ വരുന്ന ആൻസർ? സി 1 വരുന്നത് അല്ലെ? ആൻഡ് ഡി ഈസ് അബ്സല്യൂട്ട്ലി വരുന്ന ആൻസർ എന്ന് പറയുന്നത് ബി. എന്താണ്? ബി ആൻസർ വരുന്നത് 3 ആണ്. ബി ആണ് 3 വരുന്നത്. അപ്പോ B3 നമ്മൾ ഓൾറെഡി എഴുതി. ഡി വരുന്നത് 2 ആണ് വരുന്നത്. ആൻസർ നോക്കിയാലോ, A4B3C1. A4B3C1 ആണ് വരുന്നത്. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 1 ആണ് വരുന്നത്. ഓപ്ഷൻ 1 ആണ് വരുന്നത്. 1 ആണ്, 2 അല്ല, 1. ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെയൊക്കെ മീനിങ് പഠിക്കാന്നുള്ളൂ. അതൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ പെട്ടെന്ന് ഒട്ടും സമയം എടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മൂവ് ചെയ്താലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ വാല്യുവേഷൻ മെർജർ. എന്തിനാണ് ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് അതിൽ ഫർദർ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റണം, നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത്രയും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.5x ഇട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ പ്ലേ ചെയ്തിട്ട് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒന്ന് കേട്ട് അല്ലെങ്കിൽ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പോവാം. ക്ലിയർ അല്ലേ? അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ വാല്യുവേഷൻ ഓഫ് മെർജർ. മെർജർ ആൻഡ് അക്വസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മളൊരു സ്ഥാപനം, ഒരു പേരന്റ് ഫേം ഒരു മറ്റു ഫേമിന് എന്ത് ചെയ്യുന്നു, നമ്മൾ കൂട്ടിച്ചേർക്കുന്നു, നമ്മളോട് മെർജർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് അക്യൂർ ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രോസസ് ആണ് എന്ത്? മെർജർ അക്വിസിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ മെർജർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കണം, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് നമ്മൾ നോക്കും. ഫസ്റ്റ് നമ്മൾ അതിന്റെ ഗ്രോത്ത് റേറ്റ് നോക്കും. അതുപോലെ തന്നെ നമ്മളത് എത്ര രൂപയാണ് നമുക്ക് അതിന് വാങ്ങാൻ വേണ്ടിയിട്ട്, അതിന്റെ ഫ്യൂച്ചർ വാല്യൂ, പ്രസന്റ് വാല്യൂ എത്രയാണ്, ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന പ്രസന്റ് വാല്യൂ എത്രയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് വൺ
ഓപ്ഷൻ വരുന്നുണ്ട് ഐഡന്റിഫൈ ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി, അസംഷൻ ആൻഡ് എസ്റ്റിമേറ്റ് ക്യാഷ് ഫ്ലോസ് ആൻഡ് ടെർമിനൽ വാല്യൂ. ഫസ്റ്റ് നമ്മൾ തന്നെയാണ് ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ്, ഐഡന്റിഫൈ ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി, അസംഷൻ, എസ്റ്റിമേറ്റ് ക്യാഷ് ഫ്ലോ ഓഫ് ടെർമിനൽ വാല്യൂ. ക്ലിയർ അല്ലേ? ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് എന്ത് നോക്കും? രണ്ടാമതായിട്ട് നമ്മൾ എന്ത് നോക്കും? നമ്മൾ എത്ര രൂപ വേണം നമുക്കിത് വാങ്ങാൻ വേണ്ടിയിട്ട്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെൻസിലാണ് വരുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വാങ്ങാനുള്ള കോസ്റ്റ് മാത്രമല്ല, നമുക്ക് അതിൽ നിന്ന് എത്രത്തോളം റിട്ടേൺ കിട്ടും എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. സോ രണ്ടാമതായിട്ട് വരുന്ന ഓപ്ഷൻ 2 തന്നെയാണ്. ഓപ്ഷൻ 2 തന്നെയാണ് രണ്ടാമത്. ഇനി നോക്കി നമ്മള് ഈ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഒക്കെ നോക്കി അത് പ്രസന്റ് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര റിട്ടേൺ ആയിരിക്കും കിട്ടുക? അതിന്റെ ആക്ച്വൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? പ്രസന്റ് വാല്യൂയിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത്. ഡിസൈഡ് ഇഫ് ദ അക്വിസിഷൻ ഈസ് അട്രാക്റ്റീവ് ഓൺ ദ ബേസ് ഓഫ് പ്രസന്റ് വാല്യൂ എന്ന് വരുന്നത്. അതാണ് മൂന്നാമത്തെ ആണ് മൂന്നാമത്തായിട്ട് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവസാനമായിട്ട് നമ്മളുടെ അക്വിസിഷൻ നടന്ന സമയത്ത് നമ്മൾ ഏത് വഴിയാണ് നമ്മളെ ഫിനാൻസ് നടത്തുന്നത്? ഫിനാൻസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഏത് വഴിയാണ് ഫിനാൻസ് നടത്തുന്നത്? നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഫണ്ട് കണ്ടെത്തുന്നത്? ദാറ്റ് ഈസ് ദ ഫോർ. ലാസ്റ്റ് വൺ, ഇവാലുവേറ്റ് ദ ഇമ്പാക്ട് ഓഫ് മെർജർ ഓൺ EPS, ഏർണിംഗ് പെർ ഷെയർ ആൻഡ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ വരുന്നത്. അപ്പൊ നമ്മളുടെ ആൻസറിന്റെ ഓപ്ഷൻ എങ്ങനെ വരിക? ആൻസറിന്റെ ഓപ്ഷൻ ഫസ്റ്റ് വൺ A വരുന്നത്, സെക്കൻഡ് വൺ വരുന്നത് B വരുന്നത്, പിന്നെ E വരുന്നത്, D വരുന്നത്, ലാസ്റ്റ് വൺ C വരുന്നു. ABEDC. ആൻസർ വരുന്നത് എങ്ങനെയാണ്? ആൻസർ വരുന്നത് ABEDC ആണ് വരുന്നത്. ABEDC. ലാസ്റ്റ് വൺ ഓപ്ഷൻ 4 ആണ് നമ്മൾ ആൻസർ വരുന്നത്. ഓപ്ഷൻ 4 ആണ്. ക്ലിയർ ആണോ? ഇതാണ് എയ്ത്ത് ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് an act that one entity performs for another that is essentially intangible and does not result in ownership of anything is called. അതായത് an act that one entity performs for another that is essentially intangible and does not result in ownership of anything. ഒരു ഓണർഷിപ്പും ഇല്ലാത്ത കാര്യം എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ അത് നോക്കാനായിട്ട് പോകുന്നത്. ഏതായിരിക്കും? ഫസ്റ്റ് ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് സർവീസ് ആണ്. കമ്മ്യൂണിക്കേറ്റിംഗ് സർവീസിൽ രണ്ട് വ്യക്തികൾ വരുന്നുണ്ട്. അവർ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, എക്സ്ചേഞ്ച് ഓഫ് സംതിങ് നടക്കുന്നുണ്ട്, അല്ലെ? ഒരാൾക്ക് ഒരു കാര്യം നേടാനായിട്ട് പറ്റുന്നുണ്ട്, ഓണർഷിപ്പ് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗുഡ്സിന്റെയും സർവീസസിന്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇനി കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാലും എന്താണ്? ആഫ്റ്റർ സെയിൽസ് ആണ്. ആഫ്റ്റർ സെയിൽസ് സർവീസ് ആണ്. ഓണർഷിപ്പ് അവിടെ വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷനിലാണ്, സർവീസ് എന്ന് പറയുന്ന സെക്ടറിലാണ് എന്ത് വരാത്തത്? ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ ആണ്. എന്താണ്? അതുപോലെ തന്നെ ഓണർഷിപ്പ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഏതാ വരുന്നത്? ഏതൊക്കെയായിരിക്കും സർവീസസ് വരുന്നത്? കൺസൾട്ടൻസി സർവീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർവീസ് സെക്ടറിലാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 2. ഇതിലൊന്നും പെടാത്ത കാര്യം എന്ന് പറയുന്നത് സർവീസ് ആണ്. ക്ലിയർ അല്ലേ? സർവീസസ് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ എൻറ്ററിങ് ഇന്റർനാഷണൽ മാർക്കറ്റ്? ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഫീസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ എന്തായാലും ഒരു മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ഇൻകം ലെവലും അല്ലെങ്കിൽ മാർക്കറ്റ് സൈസും എക്സ്ചേഞ്ച് റേറ്റും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും, നമ്മൾ നോക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന കാര്യമാണ് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു എക്സിസ്റ്റൻസ് എത്ര കാലമായിട്ടുണ്ട്, അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മൾ നോക്കും. നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ കൾച്ചറൽ കാര്യങ്ങൾ, ലാംഗ്വേജ്, അവിടെ വാല്യൂസ്, ട്രെൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന കാര്യം ഏതാ? മെയിൻ ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് 3 ഓപ്ഷൻസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്. സോ 3 ഓപ്ഷനിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് എക്കോണമിക് ഫാക്ടറാണ്. എക്കണോമിക് ഫാക്ടറിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് സൈസ് വരും, അതുപോലെ തന്നെ ഇൻകം ലെവൽസ് വരും. ലാസ്റ്റ് വൺ നമുക്ക് എന്താ പറയാം? എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ നമുക്ക് ഇവിടെ വരുന്നത് എക്കണോമിക് ഫാക്ടറിൽ. ഇനി അതുപോലെ തന്നെ നമുക്ക് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഫാക്ടർ എടുക്കാം. പൊളിറ്റിക്കൽ ലീഗൽ ഫാക്ടർ വരുന്ന കാര്യങ്ങളൊക്കെയാണ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. ഞാൻ പറഞ്ഞു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ
ലീഗൽ ഫ്രെയിം വർക്ക്, അവിടുത്തെ ലീഗൽ ഫ്രെയിം വർക്ക് എങ്ങനെയാണ്, ലോ റിലേറ്റഡ് സിറ്റുവേഷൻസ് എങ്ങനെയൊക്കെയാണുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. ഇനി അവിടെ എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടോ, ട്രേഡ് ബാരിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് ചെയ്യണം. ട്രേഡ് ബാരിയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സെർച്ച് ചെയ്യേണ്ട കാര്യമുണ്ട് ഒരു ഇന്റർനാഷണൽ. ഇനി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കൾച്ചറൽ നോംസ് ഏതൊക്കെയാ വരിക, വാല്യൂസ്, കൾച്ചറൽ നോംസ് ആൻഡ് വാല്യൂസ്, അവിടെ ലാംഗ്വേജ്, ഇനി അതുപോലെ തന്നെ ട്രെൻഡ് അല്ലെ, അവരുടെ ട്രെൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സെർച്ച് ചെയ്യണം. അപ്പോൾ എക്കോണമിക് ഫാക്ടർ നമുക്ക് എടുക്കാം, സോഷ്യൽ ആൻഡ് കൾച്ചറും എടുക്കാം, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഗൽ ഫാക്ടർ. ഇനി ബ്രാൻഡ് എക്സ്റ്റൻഷനും ബ്രാൻഡ് ലോയൽറ്റിയൊക്കെ എന്താണ്, അതൊക്കെ പിന്നെ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്ത്, ബ്രാൻഡ് എക്സ്റ്റൻഷനും ബ്രാൻഡ് ലോയൽറ്റി ഫാക്ടേഴ്സ് ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ACE ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ACE എന്ന ആൻസർ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതാണ് നമ്മളുടെ 10th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് വിത്ത് ദ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഫ്രം ഏർലിയർ ടു ലേറ്റസ്റ്റ്. എന്താണ് ഫസ്റ്റ് തൊട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കത് ആദ്യം തുടങ്ങിയത് ഏതാണ്, ലേറ്റസ്റ്റ് ആ ഒരു രീതിയിൽ നമുക്ക് സീക്വൻസ് ആയിട്ട് കൊണ്ടുവരണം. നമുക്ക് ഇയേഴ്സ് തന്നെ എഴുതി പോലെ, ഫസ്റ്റ് SIDO അതായത് സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വന്നത് 1954 ഇതിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വേൾഡ് അസോസിയേഷൻ ഓഫ് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്, അതിന്റെ ഏതാണ് വരുന്നത്, വേൾഡ് അസോസിയേഷൻ ഓഫ് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് 1981 ഇതിന്റെ 1981 ഇതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് 1983 വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ഡിയിലെ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നത് നാഷണലിന്റെ 1955 ആണ് ആൻസർ. അവരുടെ എന്ത് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയും. ലാസ്റ്റ് വൺ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് സ്മോൾ ഇൻഡസ്ട്രീസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് 1967 1967. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏർലിയസ്റ്റ് ടു ലേറ്റസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്, ഫസ്റ്റ് A ആ വരുന്നത് അല്ലെ, A ഓപ്ഷൻ ആണ് വരുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് D ഓപ്ഷൻ ആണ് വരുന്നത്. മൂന്നാമത്തെ ഏതാണ്, 81 അല്ല, 81 മുമ്പ് 67 ഉണ്ട് അല്ലെ, E വരുന്നുണ്ട്, 67 E വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഏതാണ്, E വരുന്നുണ്ട്, പറയാൻ പറ്റുന്ന കാര്യം. പിന്നെ 1981 ആണ്, B ആണ്. ലാസ്റ്റ് വൺ വരുന്നത് C ആണ്, ഓപ്ഷൻ C ആണ്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ലാസ്റ്റ് വരുന്നത് എന്താണ്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ADEBC വരും, ADEBC, അതായത് ഓപ്ഷൻ 2 തന്നെയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ക്വസ്റ്റിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇയേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോയാലോ? പോവാം. Which of the following are factors to be given weightage in ASTM framework for evaluating the quality of improvement by Kaizen? Continuous improvement ആണ് Kaizen ജാപ്പനീസ് ടെക്നിക് ആണ്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ് വരുന്നത്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. സോ ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്. സോ ഇവിടെ വരുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് വൺ ആറ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. വർക്കേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് ആണ്. സേഫ്റ്റി വരും ആൻഡ് പ്രൊഡക്ടിവിറ്റിയും വരും. ഇതൊക്കെ എന്താണ്, ഇതൊന്നും ബന്ധപ്പെട്ട ഡിസിഷൻ മേക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ വേണം, സപ്പോർട്ടിങ് ആണ്. പക്ഷെ നമുക്ക് 3 ഓപ്ഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആറ്റിറ്റ്യൂഡ്, സേഫ്റ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് ആറ്റിറ്റ്യൂഡിൽ വരുന്ന കാര്യങ്ങൾ? വില്ലിംഗ്നെസ് ആൻഡ് എൻഗേജ്മെന്റ് ഓഫ് എംപ്ലോയീസ് ആണ്. വില്ലിംഗ്നെസ് ആൻഡ് എൻഗേജ്മെന്റ് ഓഫ് എംപ്ലോയീസ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി സേഫ്റ്റി വരുന്നത് എന്താ, നമ്മൾ എത്രയൊക്കെ നമ്മൾ ഗ്രോ ചെയ്താലും സേഫ്റ്റിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കോംപ്രമൈസ് നടത്താനായിട്ട് പാടില്ല. ഇംപ്രൂവ്മെന്റ് നടത്തുന്ന സമയത്ത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് നടത്താൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റിയിലും കോംപ്രമൈസ് നടത്താനായിട്ട് പാടില്ല. എന്താ പറയുന്നത്, ഇംപ്രൂവ്മെന്റ്സ് ഷുഡ് നോട്ട് കോംപ്രമൈസ്
improvements should not compromise safety standards എന്ന് പറയുന്നത് ഓക്കെ, ക്ലിയർ ആണോ? നമുക്കറിയാം ആ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ലാസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി ആണ്. പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുക? ക്വാളിറ്റി ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിറ്റി ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഒപ്റ്റിമൈസിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഒപ്റ്റിമൈസ് പ്രൊഡക്ടിവിറ്റി. അതുപോലെ തന്നെ വേസ്റ്റേജ് എന്ത് ചെയ്യണം? എലിമിനേറ്റ് വേസ്റ്റേജ് എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പോൾ ABC ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്. ABC ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 1 ആണ് വരുന്നത്. ABC ഓപ്ഷൻ 1 ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ലാസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന 13th ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 എന്ന് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞ ലിസ്റ്റ് 1 ആക്ഷൻ, അതുപോലെ തന്നെ ഒരു ക്ലസ്റ്റർ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കംപ്ലൈങ് വിത്ത് സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് സെക്യൂരിറ്റി റെഗുലേഷൻസ് ഫോർ പേഴ്സണൽ ഗെയിൻ മാർക്കറ്റിംഗ് ഡിസിഷൻ വിത്തൗട്ട് റിഗാർഡ്, കണ്ടെയ്നിങ് ട്രൂ ക്ലെയിംസ് ഇൻ പ്രൊഡക്ട്സ് അഡ്വർടൈസ്മെന്റ്, പ്രൊവൈഡിങ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഓഫ് ഹൈസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത് നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഡൂയിങ് എനിത്തിങ് ഇംപ്രോപ്പർ ദാറ്റ് വിൽ ഹാം ഫോർ ദ ഓർഗനൈസേഷൻ, കസ്റ്റമർ സെൻട്രിക്, ബിക്കമിങ് എ ഡിപ്പെൻഡബിൾ ഓർഗനൈസേഷൻ സിറ്റിസൺ, ബീയിങ് ഗുഡ് ടു കസ്റ്റമർ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച് ചെയ്താൽ, കസ്റ്റമർ സെൻട്രിക് എപ്പോഴും എന്താണ്? പ്രൊവൈഡിങ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് ടു ഹയർ ക്വാളിറ്റിയിൽ നമ്മൾ പ്രൊവൈഡിങ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് കൊടുക്കുന്ന സമയത്താണ് അത് കസ്റ്റമർ സെൻട്രിക് ആവുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കൺവേയിങ് ട്രൂ ക്ലെയിംസ് ഇൻ പ്രൊഡക്ട്സ് അഡ്വർടൈസ്മെന്റ്, ഇൻ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെന്റ്. നമ്മൾ എന്താണ്? കൺസ്യൂമേഴ്സിന് അവരെ മിസ്ലീഡ് ചെയ്യാത്ത അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് എന്താണ്? ബീങ് ഗുഡ് ടു കസ്റ്റമർ ആണ്. ബീങ് ഗുഡ് ടു കസ്റ്റമർ. അല്ല, അതുപോലെ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഫോർ പേഴ്സണൽ ഗെയിൻ മേക്കിംഗ് ഡിസിഷൻ വിത്തൗട്ട് റിഗാർഡ്. അതായത് എന്താ പറയുന്നത്? മൂന്നാമതായിട്ട് നമ്മളുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ ഇംപ്രോപ്പർ ആക്ടിവിറ്റീസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഓർഗനൈസേഷന് ഹാംഫുൾ ആകാനായിട്ട് പാടില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ 1 ആണ് പറയുന്നത്. ഡൂയിങ് എനിത്തിങ് ഇംപ്രോപ്പർ ദാറ്റ് വിൽ ഹാം ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പേഴ്സണൽ ഗെയിൻ വേണ്ടി ചെയ്യാനായിട്ട് പാടില്ല. ലാസ്റ്റ് വൺ, കംപ്ലൈങ് വിത്ത് സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് സെക്യൂരിറ്റി റെഗുലേഷൻസ്, ബിക്കമിങ് എ ഡിപ്പെൻഡബിൾ ഓർഗനൈസേഷൻ സിറ്റിസൺ. ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് A3 ആണ് വരുന്നത്. അതുപോലെ ബി വരുന്നത് B1 ആണ് വരുന്നത്. സി വരുന്നത് 4, ഡി വരുന്നത് 2. A3 B1, C4 ആൻഡ് D2 വരുന്നത് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോടാ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഈ സെഷൻ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് 15 ക്വസ്റ്റ്യൻസ് ആണ് ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2 ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാനായിട്ട് പറ്റും. ഇനി നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു ഹാസ് പ്രപ്പോസ്ഡ് ദ ബാലൻസ്ഡ് സ്കോർ കാർഡ് മെത്തേഡ് ആസ് എ ടൂൾ ഫോർ ഫിനാൻഷ്യൽ എക്സലൻസ് ഇൻ ഓർഗനൈസേഷൻ? ആരാണ് ഡെവലപ്പ് ചെയ്തെന്നുള്ള കാര്യമാണ് നമുക്ക് ബാലൻസ്ഡ് സ്കോർ കാർഡ് മെത്തേഡ് ഡെവലപ്പ് ചെയ്യുന്നുള്ള കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് നോക്കാനായിട്ടുള്ളത്. സോ ഫസ്റ്റ് അത് ഡെവലപ്പ് ചെയ്ത ആരാണ്? റോബർട്ട്സ് കാപ്ലൻ ആൻഡ് ഡേവിഡ് പി മോർട്ടൺ ആണ് ഡെവലപ്പ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഇതാണ് ഡെവലപ്പ് ചെയ്തത്. ഏത്? ബാലൻസ്ഡ് സ്കോർ കാർഡ് മെത്തേഡ്. അതുപോലെ തന്നെ മറ്റ് ആരൊക്കെ ഡെവലപ്പ് ചെയ്തത്? ന്യൂട്ടൺ ആൻഡ് ഫിൻലെ ഡെവലപ്പ് ചെയ്ത മെത്തേഡ് അതാണ് സ്ട്രാറ്റജിക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഗ്രിൻഡ് ഡെവലപ്പ് ചെയ്ത വിക്ട് പ്രോബ്ലം എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ബേർലോനോട് പഠിക്കുക, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ബാക്കി 3 ഓപ്ഷനും കൂടെ ക്ലിയർ ആയിട്ട് പഠിക്കണം. അപ്പോൾ ബാലൻസ് സ്കോർ കാർഡ് മെത്തേഡ് കൊണ്ടുവന്നത് റോബർട്ട്സ് കാപ്ലൻ ആൻഡ് ഡേവിഡ് പി മോർട്ടൺ എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ 1 ആണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 1 ആണ്. ഓക്കെ, ഓപ്ഷൻ 1 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സെഷൻ നമുക്ക് മാത്സ് ഫോളോയിങ് തന്നെയാണ്. പ്രോബ്ലം സോൾവിങ്, സെൽഫ് മാനേജ്ഡ്, ക്രോസ് ഫങ്ഷണൽ, വേർച്വൽ ലിസ്റ്റ്. മീനിങ് ആണ് മീനിങ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് വായിച്ചു നോക്കാം. എ വർക്ക് ഫ്രം കമ്പോസ്ഡ് ഓഫ് ഇൻഡിവിജ്വൽ ഫ്രം വേരിയസ് ഫങ്ഷൻ സ്പെഷ്യലിസ്റ്റ്. അതായത് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലെ സ്പെഷ്യലിസ്റ്റുകൾ തമ്മിൽ എന്താണ്?
അവരുടെ ഒരു കമ്പോസ് ചെയ്തിട്ടുള്ള വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്രോസ് ഫങ്ഷണൽ വർക്ക് എന്ന് പറയാൻ പറ്റും അല്ലെ. ക്രോസ് ഫങ്ഷണൽ ആണെന്ന് പറയാനായിട്ട് പറ്റും. ക്രോസ് ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോസ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, എ ടീം വർക്ക്, എ വർക്ക് ഫ്രം കമ്പോസ്ഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം വേരിയസ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്. ഇനി അടുത്ത നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്, എ ഫോർമൽ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്. രണ്ടാമത്തെ ആൻസർ വായിച്ചു നോക്കാം. എ ടീം ദാറ്റ് യൂസസ് ടെക്നോളജി ടു ലിങ്ക് ഫിസിക്കലി ഡിസ്പേഴ്സ്ഡ് മെമ്പേഴ്സ് ടു അച്ചീവ് കോമൺ ഗോൾ. അതെന്താണ് നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത്, പ്രോബ്ലം സോൾവിംഗിന്റെ സെൽഫ് മാനേജ്മെന്റ് വെർച്വൽ അല്ലെ. ടെക്നോളജി ഇൻബിൽറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം വെർച്വൽ ആണെന്ന് പറയാനായിട്ട് പറ്റും, വെർച്വൽ ആണെന്ന് പറയാൻ പറ്റും. ഇനി രണ്ട് ഓപ്ഷൻ കൂടി ഉണ്ട്, സെൽഫ് മാനേജർ ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയാനായിട്ട് പറ്റുന്ന കാര്യം ഏതാണ്? നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, പ്രോബ്ലം സോൾവിംഗിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, എ ടീം ഫ്രം സെയിം ഡിപ്പാർട്ട്മെന്റ് ഓർ ഫങ്ഷണൽ area involved in efforts to imperative work activities or solve problems. ഏതാ വരുന്നത്? പീപ്പിൾസ് ഫ്രം സെയിം ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. പീപ്പിൾ ഫ്രം സെയിം ഡിപ്പാർട്ട്മെന്റ് ഓർ ഫങ്ഷണൽ ഏരിയ ഇൻവോൾവ് ഇൻ എഫേർട്സ് ടു ഇമ്പറാറ്റീവ് വർക്ക് ആക്ടിവിറ്റീസ് ഓർ ടു സോൾവ് പ്രോബ്ലംസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ലാസ്റ്റ് വൺ സെൽഫ് മാനേജർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 4 ആണ്. എ ഫോർമൽ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഹു ഓപ്പറേറ്റ് വിത്തൗട്ട് എ മാനേജർ. അവർ സെൽഫ് മാനേജർ ആണ്, അവർക്ക് ആരും എന്ത് ചെയ്യേണ്ട, അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട. അപ്പൊ അങ്ങനെയുള്ള സെൽഫ് മാനേജർ ആയിട്ടുള്ള അവർ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എംപ്ലോയീസ് ആണ്. എ ഫോർമൽ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഹു ഓപ്പറേറ്റ് വിത്തൗട്ട് മാനേജർ ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ എ കോംപ്ലക്സ് വർക്ക് പ്രോസസ് ഓർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എയുടെ ഓപ്ഷൻ A 3 ആണ് വരുന്നത്, ബി വരുന്നത് 4 ആണ് വരുന്നത്, അതുപോലെ തന്നെ സി വരുന്ന ഓപ്ഷൻ C1 ആണ് വരുന്നത്, അതുപോലെ തന്നെ ഡി ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഡി വരുന്നത് ഓപ്ഷൻ 2 ആണ് വരുന്നത്. അപ്പോൾ A3 B4 അതുപോലെ C1 ആ വരുന്നത് അല്ലെ. C1 D2 ഓപ്ഷൻ 4 ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ 4 ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഹാപ്പി ലേണിംഗ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യും. താങ്ക് യു.